ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദിയിലേക്കാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഇപ്രാവശ്യത്തെ കലോത്സവം നടക്കുന്നത്. പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും അയക്ക് പെട്ടെന്ന് പല്ലുവേദനയും അവിടെ ഒരു നീരൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം പുറത്തൊന്നും പോകാതിരിക്കുകയായിരുന്നു. എന്തായാലും തീരുന്നതിന് മുന്നേ ഒരു ദിവസം പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നത് കാരണം ഇന്നലെ അവൾക്ക് കുറച്ച് കുറവുണ്ടായിരുന്നത് കാരണം ഇന്നലെ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് 1ാം വേദിയായ MT നിള വേദിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഞാൻ പറയുന്നതിലൊക്കെ കാണാം. എനിക്ക് കാണാൻ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. അപ്പോൾ കലോത്സവ വേദിയിലേക്ക് പോകാനായിട്ട് നമ്മൾ നിയമസഭാ മന്ദിരമൊക്കെ പാസ് ചെയ്ത് അതുവഴിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിയമസഭാ മന്ദിരത്തിൻ്റെ രാത്രിത്തെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പദവിലും വ്യത്യസ്തമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരുന്നപ്പോഴേ അവിടെ എന്തോ ഇവൻറ്റ് നടക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ KLIBF എന്ന് അവിടെ ഗേറ്റിനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് അതൊരു അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് നടക്കുന്നത് അവിടെ. എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനെക്കുറിച്ചുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാളയം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എത്താറായി. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു നൈറ്റ് വൈബൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് നമ്മൾ കലോത്സവ വേദിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലും പ്രോഗ്രാമിനായിട്ട് ഒരുങ്ങി വന്നവരും പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്നവരുമായിട്ട് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം കലകൾ മാത്രം എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേര് കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുന്നവരെ കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ ഞങ്ങൾ അവിടെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹയ വണ്ടിയിൽ ഉറക്കമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ക്ഷീണവും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സ്റ്റേജിൻ്റെ ഗേറ്റിന് അവിടെ വഴിയാണ് കയറിപ്പോയത് കേട്ടോ. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറാൻ എളുപ്പം അതുവഴിയായിരുന്നു. പിന്നെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഡാൻസ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട വ്യക്തികളെ ആയിരുന്നു. ഡാൻസ് കോസ്റ്റ്യൂംസ് ഇട്ടവരെന്ന് വേണ്ട, കലയെ സ്നേഹിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ജനത്തിരക്കായിരുന്നു. പിന്നെ ഇന്നലെ പോയില്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇത് മാഹിൻ മച്ചാനെ നേരിട്ട് കണ്ടത്. കാരണം എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും ഈ പുള്ളിയുടെ ഒരു വീഡിയോ എങ്കിലും കണ്ട് ചിരിക്കാത്ത ദിവസങ്ങളില്ല. പുള്ളിയുടെ പ്രാങ്ക് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ ഓൾറെഡി പുള്ളി അറിയാവുന്നത് കാരണം ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. അതിനിടയിൽ ഞാൻ പറഞ്ഞു ഇന്നും കൂടെ ഞാനൊരു വീഡിയോ കണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥകളൊക്കെ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഹയയുടെ പല്ലിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് നടന്നു പോകുമ്പോഴാണ് ഒരു പുള്ളി കൈ കാണിച്ചിട്ട് പറഞ്ഞത് അവിടെ ചെന്നൊരു ഫോട്ടോ എടുത്തിട്ട് അവിടെ ഒരു സ്കാൻ ചെയ്ത് ഒരു ലക്കിടിപ്പ് പോലെ എന്തോ പേരൊക്കെ എഴുതിയിട്ടിട്ട് വരാൻ പറഞ്ഞു. എന്തായാലും ഇതുവരെയും കിട്ടിയിട്ടില്ല, വിളിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ ഈ ലക്കിടിപ്പിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ പതിവായിട്ട് അത് അടിക്കാറില്ല. ചുമ്മാ ഒരു രസത്തിന് എഴുതിയിടുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ സൈഡിലേക്ക് കയറിയപ്പോഴേ എല്ലാ ചാനലുകാരും ഇങ്ങനെ നിരന്ന് സ്റ്റോൾ പോലെ ഇട്ടിട്ട് എല്ലാ ചാനലിൻ്റെയും ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് ഇവിടെ ഡ്യൂട്ടി വരേണ്ടതായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഡ്യൂട്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കോൽക്കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടിയിട്ട് കുട്ടികൾ പെർഫോം ചെയ്യുകയാണ് കേട്ടോ. പലപ്പോഴും TV-യിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ലൈവായിട്ട് സ്റ്റേജിൽ ഇവർ പെർഫോം ചെയ്യുന്നത് നമുക്ക് ഷൂട്ട് ചെയ്ത് കാണുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചാനലിന് വേണ്ടിയിട്ട് അവർ സ്പെഷ്യലി പെർഫോം ചെയ്യുന്നതും ആണെന്ന് ഇന്നലെ അവിടെ പോയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ചാനലിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് പെർഫോം ചെയ്യുമ്പോൾ മെയിൻ സ്റ്റേജിൽ പ്രോഗ്രാംസ് കണ്ടിന്യൂസ് നടക്കുകയാണ്. 9:30ക്കും 10-നും ഒന്നും അവിടെ തീർന്നിട്ടില്ല. പിന്നെ ഒരു ആളിരുന്ന് ലൈവ് പോർട്രേറ്റ് വരയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുട്ടി അവരുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 2 ചേട്ടന്മാരിങ്ങനെ പോർട്രേറ്റ് വരയ്ക്കാനായിട്ട് ഒരു പോർട്രേറ്റിന് 100 rupees വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരയ്ക്കാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർ അവിടെ ക്യൂ ആണ് കേട്ടോ വരയ്ക്കാനായിട്ട്. പുള്ളി അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് സൈഡിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള നാടൻ പാട്ടിൻ്റെ സൗണ്ട് ആയിട്ട്. അപ്പം നമുക്കിനി കുറച്ച് നേരം അത് കണ്ടിട്ട് വരാം.
ആങ്കർ എന്ന് പറയുന്നത് ജേർണലിസ്റ്റ്മാരുടെ ഇടയിലെ വൈറൽ താരം അല്ലെങ്കിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. ഹാഷ്മി ചേട്ടനാണ് ഇതിൻ്റെ ആങ്കർ ആയിരുന്നത് 24 ന്യൂസിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രോഗ്രാമിൽ ചുറ്റും നിൽക്കുന്ന ഓഡിയൻസിൽ നിന്നൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്ത് പെർഫോം ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്ന് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും നോക്കിയത് ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ക്യാമറാമാനെയാണ് കേട്ടോ. ആ പുള്ളി വളരെയധികം എൻജോയ് ചെയ്ത് നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണാം. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞെങ്കിലും ചാനലിന് വേണ്ടി പെർഫോം ചെയ്യാനായിട്ട് വൻ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ അറിയാം ഓരോ ചാനലിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നത് ലൈവ് നമുക്ക് അവിടെ വലിയൊരു സ്ക്രീനിൽ കാണാം. അതാണ് കേട്ടോ ഞാൻ കാണിച്ചേക്കുന്നത്. ഒരുപാട് എല്ലാ ചാനൽസും ഓൾമോസ്റ്റ് എല്ലാ ചാനൽസും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് ആ കാണിക്കുന്ന ആ ഒരു സ്റ്റേജിൻ്റെ അകത്ത് പ്രോഗ്രാംസിൻ്റെ ലൈവ് നടക്കുന്നുണ്ട്. അതിൻ്റെ ലൈവ് നമുക്കിവിടെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും. അങ്ങനെ ഹാഷ്മി ചേട്ടൻ നടത്തിക്കൊണ്ടിരുന്ന ആ പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിയാറായി. അങ്ങനെ പബ്ലിക്കിൽ നിന്നുള്ളവരൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത വേറൊരു ചാനലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് കണ്ടിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ചില ചാനലിൻ്റെയൊക്കെ പ്രോഗ്രാം കഴിയാറായപ്പോഴാണ് എല്ലാവരും കൂടെ കൂടി നിന്ന് ഡാൻസ് ചെയ്യുന്നത്. പിന്നെ നടന്നു വന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുക്കൂ സമ്മാനം നേടൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് സ്റ്റേജിൽ പെർഫോമൻസ് നിർത്താതെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രൂപ്പ് ഡാൻസൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്ത് കിടിലാണെന്നറിയോ. ശ്വാസം വിടുന്നത് വരെ ഒരുമിച്ചാണ് ആ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ്. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ. ആർട്ടിസ്റ്റ്മാരെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റി കേട്ടോ. സീരിയലിലുള്ളവരും സിനിമയിലുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടും റീലെടുക്കാനും ചാനലിന് വേണ്ടിയിട്ടൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി തിരിച്ച് നടന്നു വരുമ്പോഴാണ് ശോഭി തിലകൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ തിലകൻ സാറിൻ്റെ മോനാണ്. പിന്നെ എന്തായാലും അടുത്ത് കിട്ടിയതല്ലേ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ച് ഞങ്ങളും ഒരു സെൽഫി ചോദിച്ച് എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഹായ് നമുക്ക് വീട്ടിൽ പോകാമോ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു നോക്കുക അവിടുത്തെ സൗണ്ടൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ അവിടെ നമ്മളുടെ ആശംസകളും ഒപ്പമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വലിയൊരു ക്യാൻവാസ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടെ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ ഹൈക്ക് എഴുതണം എന്ന് പറഞ്ഞിട്ട് അവൾ മാർക്കറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ മാർക്കർ വെച്ചിട്ട് ഹയയും അവളുടെ കയ്യൊപ്പ് ആദ്യമായിട്ട് പോയ കലോത്സവ വേദിയിൽ ചാർത്തിയിട്ട് വന്നു. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്കും ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ പോകാനെന്നൊക്കെ. അപ്പോൾ പറയുന്നത് എനിക്കും ഇഷ്ടമാണ്. അവൾ പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ ക്ലാസിക്കൽ ഡാൻസിനുള്ളവർ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവരുടെ മേക്കപ്പ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും ഈ ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും വരാൻ മനസ്സ് തോന്നുന്നില്ല എന്ന് പറയത്തില്ല, ഇത് ഫുള്ള് കംപ്ലീറ്റ് കണ്ട് തീർത്തിട്ട് വരാമെന്നൊക്കെ തോന്നും. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, ഒന്നിനൊന്ന് മെച്ചമാണ് ഓരോ പെർഫോമൻസും. പിന്നെ തിരികെ വരുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് വഴിയാണ് കേട്ടോ തിരികെ വന്നത്. അപ്പോൾ അവിടുത്തെ നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ലാത്തതായിരുന്നു. അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ തോന്നും. അപ്പോൾ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരകരമായുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടെ എത്തിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം നിന്ന് അങ്ങനെ സെക്രട്ടേറിയറ്റിൻ്റെ ആ നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് പുതിയതായിട്ട് വന്ന ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനകത്ത് വന്ന റോഡ് ലൈറ്റാണ് കേട്ടോ ഇത്. കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നൈറ്റൊക്കെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഒരുപാട് തവണ ഇതിന് മുന്നേ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇന്നാണ് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയത്. കാരണം ഇന്ന് വീഡിയോ എടുക്കാനായിട്ടൊക്കെ കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ഡേ ആയത് കാരണം അങ്ങനെ ആ നൈറ്റ് വ്യൂ കംപ്ലീറ്റ് ഒപ്പിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ നിയമസഭയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് കറക്റ്റായിട്ട് അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ആ നെയിം എനിക്ക് കിട്ടിയത്. KLIBF, അങ്ങനെ ബുക്ക് ഫെസ്റ്റിവലാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിലെന്തായാലും ഡേറ്റ് ഉണ്ട്, എത്ര ദിവസം വരെയൊക്കെയാണ് ഈ ഫെസ്റ്റിവൽ അവിടെ നടക്കുന്നതെന്ന്. എന്തായാലും ഒരു 10-10:30 ആയി കേട്ടോ ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ. എങ്കിലും ഭയങ്കര തിരക്കാണ് റോഡിൽ. ഈ കലോത്സവവും ബുക്ക് ഫെസ്റ്റിവലിനും അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ തിരികെ വന്നപ്പോൾ ഒന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചൊരു ജ്യൂസ് സെൻറ്ററിൽ കയറി. എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കലോത്സവം കാണാനായിട്ട് പോയതെങ്കിലും ഭയങ്കര സന്തോഷം തോന്നി. എത്ര ക്രൗഡാണെങ്കിൽ പോലും അവിടെ ചെന്ന് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയാണ് ഞങ്ങളുടെ കലോത്സവ വിശേഷങ്ങൾ. താങ്ക് യു.